ഫ്രണ്ട്സ്, വെൽക്കം ടു കീ ലേണിംഗ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇപ്പൊ കേട്ടറ്റിന്റെ എക്സാം കഴിഞ്ഞു. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണോ ഇതാണോ ശരി എന്നുള്ള ഒരു ടെൻഷനിലൊക്കെ നിൽക്കുകയാണ്. എനിവേ, നമുക്ക് നോക്കാം കേട്ടറ്റ് കാറ്റഗറി 1-ൽ ഏതൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത്, കഴിഞ്ഞ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത് എന്ന് പറയാം. ടു ബി ഫ്രാങ്ക്, ഇതുവരെയുള്ള കേട്ടറ്റ് കാറ്റഗറി 1 എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സൈക്കോളജി സെഷൻ ആണ് വന്നിട്ടുള്ളത്, അല്ലെ? കഴിഞ്ഞ തവണത്തെ എക്സാമിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നുകൊണ്ടിരുന്നത്, അല്ലെ? ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഇത് ഇത്തിരി ആപ്ലിക്കേഷൻ ലെവൽ കൂടി, അല്ലെ? ആപ്ലിക്കേഷൻ ലെവൽ കൂടി. അതോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ ഒരുപാട് ഡെപ്തിൽ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. എന്ന് ചോദിച്ചത് ഏറെക്കുറെ ആപ്ലിക്കേഷൻ ലെവലിലായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്തവണത്തെ കേട്ടറ്റ് കാറ്റഗറി 1 എന്ന് പറയാനായിട്ട് സാധിക്കും. എനിവേ, ഒന്ന് ചിന്തിച്ച് ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടറ്റ് കാറ്റഗറി 1-ന്റെ സൈക്കോളജി എന്ന് പറയുന്നത്. ഞാൻ പെഡഗോജി ഏരിയയിലോട്ടൊന്നും കടന്നിട്ടില്ല, സൈക്കോളജി മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത തവണത്തെ എക്സാമിന് ഇതൊന്ന് സേവ് ചെയ്ത് വെക്കുക, ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ. എക്സാം കഴിഞ്ഞല്ലോ, കിട്ടിയവരല്ല, ഹോപ്പുള്ളവരല്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പ്രതീക്ഷയിൽ 65-70 ഒക്കെ എത്തിയിട്ടുള്ളൂ. ഒരു 80 എബോവ് ഉണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല. അതല്ലാത്തവരാണെങ്കിൽ ഒരു ടൈറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് ആൻസർ ഒന്ന് അടയാളപ്പെടുത്തി, പറ്റുമെങ്കിൽ അതിൻ്റെ അകത്ത് പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കുറിച്ച് വെച്ചാൽ നല്ല കാര്യമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റോബിൻ കണക്കിൽ വളരെ മോശമാണ്. താഴെ പറയുന്നവയിൽ എന്തായിരിക്കാം അതിനുള്ള കാരണം? റോബിൻ ഈസ് വെരി വീക്ക് ഇൻ മാത്തമാറ്റിക്സ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ ദ റീസൺ ഫോർ ദാറ്റ്? പഠന ശൈലി, ലേണിംഗ് സ്റ്റൈൽ, അഭിപ്രേരണ ഓർ മോട്ടിവേഷൻ, ആത്യന്തികമായ ആകാംക്ഷ ഓർ എക്സ്ട്രീം ആൻസൈറ്റി, മുന്നറിവുകളുടെ അഭാവം, ലാക്ക് ഓഫ് പ്രയർ നോളജ്. ഏതാണ് ഇതിനകത്ത് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? പഠന ശൈലി എന്ന് വെച്ചാൽ എന്താണ്? ലേണിംഗ് സ്റ്റൈലാണ്. ചിലപ്പോൾ പഠന ശൈലി പഠനത്തെ മുന്നോട്ട് നയിക്കാം, പിന്നോട്ട് നയിക്കാം. പക്ഷെ ഇത് കണക്കിൽ വളരെ മോശമാണെന്നാണ് പറയുന്നത്, കണക്ക് എന്നൊരു വിഷയത്തിൽ, അല്ലെ? അപ്പൊ ഒരു വിഷയത്തിലേക്ക് മാത്രം വരുമോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്താണ്? ഒരിക്കലും എന്തായിരിക്കില്ല അഭിപ്രേരണ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ പോസിറ്റീവ് ആണ്, അല്ലെ? അപ്പൊ അതായിരിക്കില്ല. ആത്യന്തികമായ ആകാംക്ഷ, എക്സ്ട്രീം ആൻസൈറ്റി. ചിലപ്പോൾ നമ്മൾ എനിക്കറിയാം എന്നുള്ള ആകാംക്ഷ കൊണ്ട് തെറ്റിച്ച് കളയാം. കേട്ടറ്റ് എക്സാമിൽ നിങ്ങൾക്കും സംഭവിക്കാവുന്ന കാര്യമാണത്. അതോടൊപ്പം തന്നെ മുന്നറിവുകളുടെ അഭാവം. നമുക്കൊരു ടേബിൾ അറിയില്ലെങ്കിൽ കണക്കിൽ മിസ്റ്റേക്സുകൾ വരാം, അല്ലെ? എണ്ണൽ സംഖ്യകൾ ഏത്, ഇരട്ട സംഖ്യകൾ ഏത്, ഈ അറിവുകൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? നമുക്ക് കണക്കിൽ പരാജയം സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ കണക്കിൽ വളരെ മോശമായി പോയേക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് പറയണം? ആത്യന്തികമായ ആകാംക്ഷയും മുന്നറിവുകളുടെ അഭാവവുമാണ് കണക്കിൽ പിന്നോട്ട് പോകാനുള്ള കാരണം എന്ന് പറയാം. അപ്പൊ ഉത്തരം 3ഉം 4ഉം ഡി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ അല്ലെ കുഞ്ഞുങ്ങളെ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള UN കൺവെൻഷൻ നടന്നത് എന്നാണ്? UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് വാസ് ഹെൽഡ് ഓൺ എന്നാണ് നടന്നത്. അപ്പൊ 13 ഡിസംബർ 2006 മുതൽ 2016 വരെയാണ് കേട്ടോ. അപ്പൊ 13 ഡിസംബർ 2016 ആണ് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കൺവെൻഷൻ നടന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. തന്റെ പാവയോട് 4 വയസ്സ് പ്രായമുള്ള കുട്ടി സംസാരിക്കുകയും കഥകൾ പറഞ്ഞുറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? A 4-year-old child is talking to its toy and making it to sleep by telling stories. According to Piaget, it is an example for അനുമാന നിഗമന ചിന്ത, animistic thought, animistic ചിന്ത, objective permanence or വസ്തുസ്ഥൈര്യം, കേന്ദ്രീകരണം അഥവാ സെൻട്രേഷൻ. ഓക്കെ, ജീവനില്ലാത്ത വസ്തുക്കളെയും ജീവനുള്ളതായി കാണാനുള്ള കപ്പാസിറ്റിയാണ് അനിമിസ്റ്റിക് തോട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു 2 വയസ്സുള്ള ഒരു കുട്ടി വീഴാൻ പോകുമ്പോൾ വീണു എന്ന് വിചാരിക്കുക, ഒരു കല്ലെ തട്ടി വീണു എന്ന് വിചാരിക്കാം. അമ്മ ഓടി വന്നിട്ട് കുഞ്ഞിനെ എടുത്ത് തടവിയിട്ട് നേരെ കല്ലിനോട്ട് ഒറ്റ അടി വെച്ച് കൊടുക്കും. എന്തിനാ? കുഞ്ഞിന് ഹാപ്പിയാണ്. കാരണം അതിന്റെ വിചാരം കല്ലിനും അവിടെ വേദന എടുത്തു എന്നുള്ള, എന്നെ പോലെ തന്നെ വേദന കല്ലിനും എടുത്തു. ആനിമിസ്റ്റിക് തോട്ട്, അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ചിന്തയാണ് അനിമിസ്റ്റിക് തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ പറയുന്നതെല്ലാം അനിമിസ്റ്റിക് തോട്ട്, ഒബ്ജക്റ്റ് പെർമനൻസ്, സെൻട്രേഷൻ, ഇതൊക്കെ കുട്ടികളിൽ കാണപ്പെടുന്ന
കൊഗ്നേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ആണ്. ഇവിടെ പറയുന്ന അനിമിസ്റ്റിക് തോട്ട് എന്ന് പറയുന്നത് എന്താണ്? ജീവൻ ഇല്ലാത്ത വസ്തുക്കളെയും ജീവൻ ഉള്ളതായി കാണുന്ന അവസ്ഥയാണ് അനിമിസ്റ്റിക് തോട്ട് എന്ന് പറയുന്നത്. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാം. സ്ഥാനാന്തരണം എന്ന പ്രതിരോധ തന്ത്രത്തിന് ഉദാഹരണം. വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ഡിഫൻസ് മെക്കാനിസം ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ആദേശം ചെയ്യൽ എന്നാണ് മലയാളത്തിൽ പറയുക. അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്നതിന് സമാനമായ സമായോജന തന്ത്രമാണ് സ്ഥാനാന്തരണം അഥവാ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ആദേശം ചെയ്യൽ എന്നാണ് അതിന് പറയുക. ആദേശം ചെയ്യൽ എഴുതി വെക്കണേ അവിടെ. ആദേശം ചെയ്യൽ എന്നാണ് പറയുക. അധ്യാപകന്റെ ശിക്ഷ ലഭിച്ച കുട്ടി വീട്ടിൽ വന്ന് സ്വന്തം അനുജനെ ആക്രമിക്കുന്നു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. ഡിസ്പ്ലേസ്മെന്റ് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത്. പ്രിൻസിപ്പളിന് വഴക്ക് കേട്ട ഉദ്യോഗസ്ഥൻ തിരിച്ചൊന്നും പ്രതികരിക്കാതെ വീട്ടിൽ വന്ന് ഭാര്യയെ വഴക്ക് പറയുന്നു. അങ്ങാടി തോറ്റാൽ അമ്മയോട്. ഡിസ്പ്ലേസ്മെന്റ്. മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന കോളേജ് വിദ്യാർത്ഥി കൈവിരലുകൾ വലിച്ചു കുടിക്കുന്നു. മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന കോളേജ് വിദ്യാർത്ഥി കൈവിരലുകൾ വലിച്ചു കുടിക്കുന്നു. അപ്പൊ അതൊരു ആദേശം ചെയ്യലാണോ? അല്ല, അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെ? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഏതൊക്കെ വരാം? 1ഉം 2ഉം എന്താണ്? ആദേശം, പക്ക ആദേശം ചെയ്യലാണ്. അപ്പൊ 1ഉം 2ഉം മാത്രം സി ഉത്തരമായി വരാം. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധിയുടെ ത്രിമാന മാതൃകയുമായി വേറിട്ട് നിൽക്കുന്നത്. ഓക്കെ, മാനസിക പ്രക്രിയ, ഉൽപ്പന്നം, ഇവയൊക്കെയാണ് അതിൽ വരുന്നത്. ഗിൽഫോർഡ് നിർദ്ദേശിച്ച ചിന്ത, മാനസിക പ്രക്രിയ, ഉൽപ്പന്നം, ഇതൊക്കെയാണ് 3 വരുന്നത്. ഇതിൽ വേറിട്ട് നിൽക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏകകങ്ങൾ, വർഗങ്ങൾ, ബന്ധങ്ങൾ, സംഹിതകൾ, രൂപാന്തരങ്ങൾ, സൂചനകൾ, ഇവയെല്ലാം ഉൽപ്പന്നത്തിൽ വരുന്നതാണ്. ഓക്കെ, ഗിൽഫോർഡിന്റെ 3 മാനസിക പ്രക്രിയ, സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസിൽ 3ാമത്തേതാണ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉൽപ്പന്നങ്ങൾ. ഈ ഉൽപ്പന്നങ്ങൾക്കുള്ളിൽ വരുന്നതാണ് ഏകകങ്ങൾ, വർഗങ്ങൾ, ബന്ധങ്ങൾ, സംഹിതകൾ, രൂപാന്തരങ്ങൾ, സൂചനകൾ. അപ്പൊ ഇതിനകത്ത് ഇല്ലാത്തത് ഏതാ? മൂല്യനിർണയമാണ്. ഓക്കെ, മൂല്യനിർണയം, സംവ്രജന ചിന്തനം, വിവ്രജന ചിന്തനം, നിലനിർത്തൽ സ്മൃതി, അനുബന്ധ സ്മൃതി, വൈജ്ഞാനികം, ഇതൊക്കെ എന്താണെന്നാണ്? ഇതൊക്കെ മാനസിക പ്രക്രിയയാണ്. മനസ്സിലായോ? ഇതൊക്കെ അതായത് അതിനകത്തെ 3 വിഭാഗങ്ങൾ ഉണ്ടെന്ന് കണ്ടു. അതിലൊരു വിഭാഗത്തിൽ വരുന്നതാണ് ഏകകങ്ങൾ, വർഗങ്ങൾ, ബന്ധങ്ങൾ, സംഹിതകൾ, രൂപാന്തരങ്ങൾ, സൂചനകൾ എന്നിങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? അവയെല്ലാം ഉൽപ്പന്നത്തിന് അണ്ടറിൽ വരുന്നത്. അതിന്റെ അണ്ടറിൽ വരുന്നതല്ല മൂല്യനിർണയം. സോ ഉത്തരം ഈസ് മൂല്യനിർണയമാവാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മറ്റുള്ള ഘടകങ്ങളെ അവഗണിച്ച് ഒരു ഘടകത്തെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് 2 കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഒരു കുപ്പിയിലെ വെള്ളം ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു. അപ്പൊ കുഞ്ഞ് എന്താണ്? ആ വെള്ളത്തിന്റെ അളവാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അവൻ നോക്കുക, പ്ലേറ്റിലെ വെള്ളം പരന്നായിരിക്കുന്നത്. അത് പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചത് കൊണ്ടാണല്ലോ കുറഞ്ഞു പോയെന്ന് ചിന്തിക്കുന്നില്ല. പകരം നേരെ നിൽക്കുന്ന കുപ്പിയിൽ വെള്ളത്തിന്റെ അളവ് കൂടുതൽ. അപ്പൊ കൊച്ചു പറയും, വെള്ളം കൂടുതൽ കുപ്പിയിലാണ് അമ്മേ എന്ന് പറയും. എന്തുകൊണ്ടാ? ഒരു വസ്തുവിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു. കേന്ദ്രീകരണ പ്രവണത. ഓക്കെ, അപ്പൊ കേന്ദ്രീകരണം എന്നാണ് പറയുക. എന്താണത്? കേന്ദ്രീകരണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വെച്ച് താഴെ പറയുന്ന ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. പെൺകുട്ടികൾ പ്രകൃത്യാലെ പരിപാലകരും ആൺകുട്ടികൾ പ്രകൃത്യാലെ നേതാക്കളുമായിരിക്കും. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? അദ്ദേഹം എന്താ പറയുന്നത്? അവരുടെ എന്താണ് ആ പെണ്ണെന്നാൽ എന്ത്, ആണെന്നാൽ എന്ത് എന്നാണ് പറയുക, അല്ലെ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത്. പെൺകുട്ടികൾ പരിപാലകരും ആൺകുട്ടികൾ നേതാക്കളുമായിരിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് സ്റ്റീരിയോ ടൈപ്പ് എന്നാണ് പറയുന്നത്. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, അല്ലെങ്കിൽ ലിംഗ സ്ഥിര രൂപം. സ്ഥിരമായിട്ടുള്ള പെണ്ണുങ്ങളുടെ രൂപം ഇതാണ്, സ്ഥിരമായിട്ടുള്ള ആണുങ്ങളുടെ രൂപം ഇതാണ് എന്ന് പറയുന്നതാണ് ഏത്? ലിംഗസ്ഥിര രൂപം. ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ഭാഷാ വികസനത്തിന് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാം? നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്ഷരങ്ങളെ തരംതിരിക്കാൻ പറ്റുമോ? ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുത്തുകൾ തമ്മിൽ യോജിപ്പിച്ച് അക്ഷരങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും, അല്ലെ? വിരലടയാളം ഉപയോഗിച്ച് അക്ഷരങ്ങൾക്ക് നിറം പകരാൻ സാധിക്കുമോ? പകരാനായി സാധിക്കും. അക്ഷരങ്ങൾ കൊണ്ടുള്ള ബ്ലോക്ക് നിർമ്മാണ പ്രവർത്തനം സാധിക്കുമോ? സാധിക്കും. അപ്പൊ ഏതൊക്കെ വരാം? 2, 3 ശരിയായിട്ട് വരാം, അല്ലെ?
ഓക്കെ, 2, 3 ശരിയായിട്ട് വരാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഒരു ഉൾച്ചേർക്കൽ ക്ലാസ് മുറിയിൽ അധ്യാപകർ എങ്ങനെയായിരിക്കണം? ഉൾച്ചേർക്കൽ, ഇൻക്ലൂസീവ്, വിവിധ തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം. ശരിയല്ലേ? കുട്ടികളുടെ ഓട്ടോണമി പരിപോഷിപ്പിക്കുക, സഹവർത്തിത പഠന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുക, ദെൻ എന്താണ്, സുരക്ഷിതവും ഋണാത്മകവുമായ പരിസരം, കുട്ടികൾക്ക് സേഫ് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഏതൊക്കെ വരാം? 1ഉം 4ഉം ആൻസർ ആയിട്ട് വരാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കുട്ടികളുടെ പേശി ചാലക വികസനത്തിന് ഉദാഹരണമാണ് ഡാഷ്. ഖരരൂപത്തിലുള്ള ആഹാരം കഴിക്കുവാൻ ആരംഭിക്കുന്നത്, കുട്ടിക്കാലത്ത് തനിച്ചാവുമ്പോൾ പേടി തോന്നുന്നത്, നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത്, 1.5 വയസ്സാകുമ്പോൾ നടന്നു തുടങ്ങുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 1.5 വയസ്സാകുമ്പോൾ നടന്നു തുടങ്ങുന്നത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളെ ശ്രേണിയിൽ ഒഴിഞ്ഞു പോയത് 5 സ്റ്റെപ്സ് തന്നിട്ടുള്ളൂ. പുതിയതായിട്ടുള്ള കൊഗ്നിറ്റീവ്, വൈജ്ഞാനികമോ സൗന്ദര്യാത്മകമോ ആഡ് ചെയ്തിട്ടില്ല. 5 സ്റ്റെപ്സ് ആണ്. അപ്പൊ ഒന്നാമത്തെ എന്താ? ശാരീരിക ആവശ്യങ്ങൾ, ഫിസിക്കൽ നീഡ്സ്. 2 സേഫ്റ്റി നീഡ്സ്, സുരക്ഷിതത്വ ആവശ്യങ്ങൾ. 3 ബിലോങ്ങിങ്നെസ്, സ്നേഹം, സ്വന്തം എന്ന ബോധം എന്നീ ആവശ്യങ്ങൾ. അടുത്ത എന്താ? ആത്മാധരം. ആത്മാധരം അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? സെൽഫ് എസ്റ്റീം എന്ന് പറയാം. സെൽഫ് എസ്റ്റീം നീഡ്സ് ആണ് അടുത്തതായി വരുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യങ്ങളുടെ ശ്രേണി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്കൂളിലേക്കുള്ള തന്റെ ആദ്യ ദിനത്തിൽ റോബിൻ ഒന്നിനു പുറകെ ഒന്നായി 3 കുട്ടികളെ കണ്ടു. 3 പേരും റോബനെ നോക്കി ചിരിച്ചു. ഈ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ് എന്ന നിഗമനത്തിൽ റോബൻ എത്തിച്ചേർന്നു. അപ്പൊ എന്താ കിട്ടിയേ? ഒരുപാട് കൂട്ടുകാരെ കണ്ടു, അവര് ചിരിച്ചു കാണിച്ചു. ആ ചിരിച്ച ആ എക്സാമ്പിളിൽ നിന്നുമാണ്. അപ്പൊ എന്തെന്ന് പറയാം? ആഗമന ചിന്ത എന്ന് പറയാം അല്ലെ. ഒരുപാട് ഉദാഹരണങ്ങളിൽ നിന്ന് അവൻ ഒരു പൊതു നിഗമനത്തിലേക്ക് എത്തി. ഈ സ്കൂളിലെ കൂട്ടുകാരെല്ലാം എന്താണ്? ഹാപ്പി ആയിട്ടുള്ളവരാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക്, ഒരു പൊതു തത്വത്തിലേക്ക് എത്തി. അപ്പൊ പല ഉദാഹരണങ്ങളിൽ നിന്ന് ഒരു തത്വത്തിലേക്ക് എത്തുന്നതിനെ ആഗമന ചിന്ത എന്ന് പറയുന്നു. അടുത്തതിലേക്ക് പോവാം. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ലിംഗ അനന്യത വികസിക്കുന്നത് അദ്ദേഹത്തിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജിലെ എന്താണ്? സ്റ്റേജസ് ആണ്. വധനഘട്ടം, പൃഷ്ഠഘട്ടം, ലൈംഗിക ഘട്ടം, നിലീനഘട്ടം, ലൈംഗിക അവയവഘട്ടം എന്ന് പറയുന്നത്. അതില് ഏത് സ്റ്റേജിലാണ്? ഫാളിക് സ്റ്റേജിൽ അഥവാ ലൈംഗിക അവയവഘട്ടത്തിലാണ് എന്തുണ്ടാവുന്നത്? ജെൻഡർ ഐഡന്റിറ്റി വികസിക്കുന്നത്. വധനഘട്ടത്തിൽ വായാണ് ഉദ്ദീപക മേഖല, ബുധഘട്ടത്തിൽ ഏനൽ ഏരിയ, മലദ്വാരമാണ് ഉദ്ദീപക മേഖല, നിർലീന ഘട്ടത്തിൽ ഇത് ഇമോഷൻസ് ആർ ഹൈഡ് ഓഫ് എന്നറിയപ്പെടുന്നു. ഫാളിക് സ്റ്റേജിലാണ് ലൈംഗികമായ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഘട്ടം എന്ന് പറയാൻ സാധിക്കുക. ഓക്കെ, അടുത്തതിലേക്ക് പോവുക. ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്ത പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? ശില്പി, ഭാഷാപര ബുദ്ധിയാണ് ശില്പിക്ക് വേണ്ടേ? അല്ല, സ്പേഷ്യൽ ആണ് അല്ലെ, ദൃശ്യ സ്ഥലപര ബുദ്ധി. അപ്പൊ ഇത് തെറ്റാണ്. തത്വചിന്തകൻ ശാരീരിക ചലപരമാണോ? അല്ല, തത്വചിന്തകന് ഭാഷാപര ബുദ്ധിയാണ് വേണ്ടത്. ഡാൻസർക്ക് എന്താ വേണ്ടത്? ശരീര ചലനപര ബുദ്ധിയാണ്, അന്തർവൈയക്തിക ബുദ്ധിയല്ല. എന്നാൽ ഒരു കർഷകനെ സംബന്ധിച്ചോ പ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കാനും പ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കാൻ, തോട്ട നിർമ്മാണം ഒക്കെ ഒരു പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ് കർഷകൻ എന്ന് പറയുന്നത്. അപ്പൊ കർഷകൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രകൃതിപര ബുദ്ധിയാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് കടക്കാം. കുട്ടികളുടെ സൂക്ഷ്മ പേശിചാലക വികസനത്തിന് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ഏതാണ്? സൂക്ഷ്മമാണ്. ഓക്കെ, ആക്ടിവിറ്റീസ് സ്യൂട്ടബിൾ ഫോർ ടു മോട്ടോർ ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീന്തലാണോ? സ്ഥൂലം. മരം കയറലാണോ? അപ്പൊ സൂക്ഷ്മപേശി, സ്വയം ആഹാരം കഴിക്കാൻ സ്പൂൺ ഉപയോഗിച്ച് ആഹാരം കഴിക്കുന്നത്, സ്ക്രൂ ഇടാനും അഴിക്കാനുമായി കളിപ്പാട്ടം നൽകുന്നത് എന്താണ്? സൂക്ഷ്മപേശി ചാലകമാണെന്ന് പറയാം. അപ്പൊ എന്താ ഉത്തരം വരുന്നത്? 3ഉം 4ഉമാണ് ഉത്തരമായി വരിക എന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ക്ലാസ് മുറിയിൽ ഉപയോഗിക്കാൻ സഹായകമായ സാങ്കേതിക വിദ്യ ഏതാണ്? വീൽ ചെയറോ വലിയ പ്രിന്റുകളോട് കൂടിയ പുസ്തകമോ? ഒന്നുമല്ല. എന്താണ്? വോയിസ് ആക്ടിവേറ്റഡ് കമ്പ്യൂട്ടർ ആണ് ഉപയോഗിക്കാനായിട്ട് പൊതുവെ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്നത്. ചേരുംപടി ചേർക്കാം. സ്കീമ ആരുമായി ബന്ധപ്പെട്ട ആശയമാണ്? പിയാഷെയുമായി ബന്ധപ്പെട്ട ആശയമാണ്. LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട്. ഐഡന്റിറ്റി ക്രൈസിസ് എറിക് എച്ച് എറിസണുമായി ബന്ധപ്പെട്ട്. ZPD വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഏതാണ് ഉത്തരമായി വരിക? A ആണ് ഉത്തരമായി വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
പഠനത്തിനായുള്ള മൂല്യനിർണ്ണയത്തിന് ഉദാഹരണം, പഠനത്തിനായുള്ള അസസ്മെന്റ് ഫോർ ലേണിംഗ് ക്ലാസ് മുറിയിൽ വെച്ച് നടത്തുക, ക്ലാസ്സിൽ നടക്കുന്ന കുട്ടികളുടെ ചർച്ചയിൽ കുട്ടിയുടെ പങ്കാളിത്തം നിരീക്ഷിക്കുക, ക്ലാസ്സിന്റെ ഇടയിൽ സംഘടിപ്പിക്കുന്ന അതിവേഗ പ്രശ്നോത്തരികൾ, ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ നടക്കുന്ന പരീക്ഷ ഘട്ടം ഘട്ടമായുള്ള പരീക്ഷ ആത്യന്തികമാണ്, കുട്ടികൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ പോർട്ട്ഫോളിയോ എന്താണ്, അസസ്മെന്റ് ആണ്, ഇത് സബ്മേറ്റീവ് ആണ്. അപ്പൊ ഏത് വരാം, ക്ലാസ്സിൽ നടക്കുന്ന ചർച്ചയും ക്ലാസ്സിന്റെ ഇടയിലുള്ളത്. അപ്പൊ ഏത് ഉത്തരമായി വരുന്ന 1ഉം 2ഉം ആണെന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 19 കണ്ടീഷനിങ്ങിന് ശേഷമുള്ള ബന്ധം. കണ്ടീഷനിങ് അതായത് മണിയൊച്ച കേൾപ്പിച്ചു, ഇറച്ചി നൽകി, പട്ടിയുടെ വായിൽ വെള്ളം വന്നു. വീണ്ടും മണിയൊച്ച കേൾപ്പിച്ചു, ഇറച്ചി നൽകി, പട്ടിയുടെ വായിൽ വെള്ളം വന്നു. കണ്ടീഷനിങ്ങിന് മുമ്പ്. കണ്ടീഷനിങ് സമയത്തോ ഇറച്ചി മണിയൊച്ച, ഇറച്ചി മണിയൊച്ച, ഇറച്ചി മണിയൊച്ച, ഇറച്ചി മണിയൊച്ച. ഈ പ്രോസസ്സിംഗ് കഴിഞ്ഞ് ആഫ്റ്റർ കണ്ടീഷനിങ് എന്താ നൽകുന്നത്, ബെല്ല് മാത്രമേ നൽകുന്നുള്ളൂ, ഇറച്ചി നൽകുന്നേ ഇല്ല. അപ്പോൾ പട്ടിയുടെ വായിൽ എന്ത് വരും, വെള്ളം വരും, സലൈവേഷൻ ഉണ്ടാവും. മണിനാദം കേൾക്കുമ്പോൾ പട്ടിയുടെ വായിൽ ഉമിനീർ സാപം സ്രവിക്കുന്നതാണ് അതിനുത്തരമായി വരിക എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ടോമി കരഞ്ഞുകൊണ്ടിരിക്കെ മിഠായി കണ്ടയുടനെ പൊടുന്നനെ കരച്ചിൽ നിർത്തി ചിരിക്കുവാനായി ആരംഭിച്ചു. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? കുട്ടികളുടെ വികാരങ്ങൾ തീക്ഷ്ണമാണ്, കുട്ടികളുടെ വികാരങ്ങൾ ക്ഷണികമാണ്, നിയന്ത്രിക്കാനാകും, കുട്ടികൾക്ക് വികാരങ്ങൾ മറച്ചു വെക്കാനാകും. ഒന്നുമല്ല, കുട്ടികളുടെ വികാരങ്ങൾ ക്ഷണികമാണ്, മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്, പെട്ടെന്ന് ടപ്പ് ടപ്പ് ടപ്പേന്ന് മാറും എന്ന് പറയും. 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ബന്ധം. ഇന്ദ്രിയ ചാലക ഘട്ടം, ഒബ്ജക്റ്റ് പെർമനൻസ് ആരംഭിച്ചു, എന്നാൽ ഒബ്ജക്റ്റ് പെർമനൻസിലേക്ക് എത്തുന്നതേ ഉള്ളൂ. മൂർത്ത മനോവ്യാപാര ഘട്ടം, അനുമാന നിഗമന ചിന്ത. മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ യുക്തി ചിന്ത, അങ്ങ് ചിന്തയുടെ ഉയർന്ന തലത്തിലേക്ക് ചെല്ലും. ഔപചാരിക മനോവ്യാപാര ഘട്ടം, ജ്ഞാനസ്ഥാനാന്തരണം, അതായത് നോളജ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പ്രാക് മനോവ്യാപാര ഘട്ടം കൺസർവേഷൻ, ലാക്ക് ഓഫ് കൺസർവേഷൻ ഇല്ല, അത് വന്നിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് അതിനെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. കൺസർവേഷൻ ഒന്നും കിട്ടാത്ത കാലഘട്ടമായതുകൊണ്ടാണ്. അപ്പൊ എന്ത് വരാം, മൂർത്ത മനോവ്യാപാരം, അനുമാന നിഗമന ചിന്ത. ഓക്കെ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജില് വസ്തുക്കളെ കാണിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതി മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് ആൻസർ ഇതാവാം. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. എറിക്കെ ചെറിസന്റെ അഭിപ്രായത്തിൽ കുട്ടി അനുഭവിക്കുന്ന ആദ്യത്തെ മനോസാമൂഹിക, ഒബ്വിയസ്ലി നമുക്കറിയാം, വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ശാസ്ത്രേയത്വം വേഴ്സസ് ലജ്ജ, അല്ലെ? അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ആദ്യത്തെ എന്താണ്, വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ശാസ്ത്രേയത്വം വേഴ്സസ് ലജ്ജ, മുൻകൈയെടുക്കൽ വേഴ്സസ് കുറ്റബോധം, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നിങ്ങനെ റോൾ ആയിട്ടാണ് പോകുക. അപ്പൊ വിശ്വാസം വേഴ്സസ് അവിശ്വാസമാണ് ഒന്നാമത്തെ. ലിംഗ അനന്യത, ജെൻഡർ ഐഡന്റിറ്റി എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? റോബർട്ട് ജെ സ്റ്റോളർ ആണ് ലിംഗ അനന്യത, ജെൻഡർ ഐഡന്റിറ്റി എന്നുള്ളത് കൊണ്ടുവന്നത്. അടുത്ത 24ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ജനറൽ എക്സൈറ്റ്മെന്റ് ഒരു വികാരം മാത്രമാണ് എമി എന്ന കുട്ടി പ്രകടിപ്പിക്കുന്നത്. കാതറിൻ ബ്രിഡ്ജിന്റെ അഭിപ്രായത്തിൽ ഈ കുട്ടി ഏത് പ്രായം, അതായത് കാതറിൻ ബ്രിഡ്ജ് 24 മാസം പ്രായം വരെയുള്ള കുട്ടികളെ തന്റെ വാത്സല്യ ഗ്രഹത്തിൽ വെച്ച് നിരീക്ഷിച്ചിട്ടാണ് വൈകാരിക ഘട്ടങ്ങൾ, ബ്രിഡ്ജ് ചാർട്ട് തയ്യാറാക്കിയത്. അപ്പൊ ഏറ്റവും ആദ്യം ഉണ്ടായ ഒരു വികാരം എക്സൈറ്റ്മെന്റ്, സന്ത്രാസമാണ്. 24 മാസം പ്രായമാകുമ്പോഴും ആ എക്സൈറ്റ്മെന്റിൽ നിന്നാണ് പ്രിയം, പ്രഹർഷം എന്നിങ്ങനെ പോലുള്ള 12ഓളം വികാരങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്, അല്ലെ? അപ്പൊ എന്താണ് എക്സൈറ്റ്മെന്റ് ആണ് ആത്യന്തികം. അപ്പൊ എന്താ നമുക്ക് പറയാം, ശൈശവം, ഇൻഫാൻസി എന്ന് പറയാനായിട്ട് സാധിക്കും. അവര് പഠനം നടത്തിയതും 24 മാസം പ്രായം, അതായത് ജനനം മുതൽ ആദ്യത്തെ 3 വർഷമാണ് ശൈശവം എന്നറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിലുള്ള കുട്ടികളെയാണ് പഠനം നടത്തിയത്. ഓക്കെ, അതുകൊണ്ട് ആൻസർ എന്താവാം, എക്സൈറ്റ്മെന്റ്, ശൈശവം ആവാം. അടുത്ത 25 സ്ഥിരാനുപാത പ്രബലന ഷെഡ്യൂളിന് ഉദാഹരണം. ആൻ എക്സാമ്പിൾ ഫോർ ഫിക്സഡ് റേഷ്യോ റീഎൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ ഈസ് ഏതാണെന്ന് ചോദിക്കുന്നത്. 5 ശരിയുത്തരങ്ങൾ വീതം പറഞ്ഞ കുട്ടിക്ക് അധ്യാപിക 1 സ്റ്റാർ നൽകുന്നു. ഓക്കെ, 10 പദ്ധതി രൂപരേഖ വീതം തയ്യാറാക്കിയ കുട്ടിക്ക് അധ്യാപകൻ സമ്മാനം നൽകുന്നു. 5 കാറുകൾ വീതം വിൽപ്പന നടത്തുന്ന ജോലിക്കാരന് പ്രൊമോഷൻ ലഭിക്കുന്ന. എന്റെ ഡിഫറൻറ്റ് എന്ന് നോക്കിയാൽ മതി. ശരി ഉത്തരം നൽകുന്നവർക്ക് അധ്യാപകർ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ്. ഫിക്സഡ് റീഇൻഫോഴ്സ്മെന്റ് എന്നാൽ ഇത്ര ചെയ്യുന്ന കുട്ടികൾ ഈ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ ഉത്തരം ആവാം. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായി ചേരുന്നത് ഏതാണ്? ഡിസ്ലെക്സിയ, വായിക്കുവാനുള്ള ബുദ്ധിമുട്ട്, ശരിയാണ്. ഡിസ്കാൽക്കുലിയ, ചലിക്കാനുള്ള ബുദ്ധിമുട്ടാണോ? അല്ല, ഗണിത ബുദ്ധിമുട്ട്. അപ്പൊ ഇത് തെറ്റാണ്.
ഡിസ്ഗ്രാഫിയ ഗണിത ആശയങ്ങളാണോ? അല്ല. ഡിസ്ഫാസിയ എഴുതുവാനുള്ള ബുദ്ധിമുട്ട് ആണോ? അല്ല. അപ്പൊ ഏതായിരിക്കാം ശരി? ഡിസ്ലെക്സിയ, റീഡിംഗ് ഓർ ലാംഗ്വേജ് ഡെഫിഷ്യൻസി എന്നറിയപ്പെടുന്നതാണ്. സാൻമാർഗിക വികസന തത്വത്തിലെ പ്രീ കൺവെൻഷണൽ കാലയളവ് ഏത് കാലഘട്ടമാണ്? ഓക്കെ, അപ്പൊ സാൻമാർഗിക വികസനം ലോറൻസ് കോൾബർഗിന്റെ ആണ്. പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ഉണ്ട്, കൺവെൻഷണൽ സ്റ്റേജ് ഉണ്ട്, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് ഉണ്ട്. ഓക്കെ, ഇതിൽ പ്രീ കൺവെൻഷൻ എന്ന് പറയുന്നത് 4 മുതൽ 10 വയസ്സ് വരെയും, കൺവെൻഷണൽ സ്റ്റേജ് 10 മുതൽ 13 വയസ്സ് വരെയും, പോസ്റ്റ് കൺവെൻഷണൽ അബൌട്ട് 13 ആണ് വരുന്നത്. ഓർത്തു വയ്ക്കുക. അപ്പൊ ഉത്തരം 4 to 10 വയസ്സിനുള്ളിലാവാം. അടുത്തത്, ഒരു അധ്യാപിക പ്രതിഭാധനനായ ഒരു കുട്ടിയെ ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകുകയാണ്. അതിന് പറയുന്നത് ആക്സിലറേഷൻ അഥവാ ത്വരിതപ്പെടുത്തൽ എന്നാണ് കേട്ടോ. ആക്സിലറേഷൻ അഥവാ ത്വരിതപ്പെടുത്തൽ എന്നാണ് പ്രതിഭാധനരായ കുട്ടികൾക്ക് നൽകുന്ന സ്ഥാനക്കയറ്റം. അടുത്തത്, ജാമറ്റ് എന്ന കുട്ടിയുടെ കാഴ്ചയിൽ നിന്ന് പാവയെ മാറ്റിയപ്പോഴേക്കും ജാമറ്റ് പാവയെ പൂർണ്ണമായും മറന്നുപോയി. ഒരു കൊച്ചിന്റെ കയ്യില് ഒരു സാധനം, ഒരു കളിപ്പാട്ടം ഇരിക്കുക. അച്ഛൻ അതിനെ തട്ടിപ്പറിച്ച് അയ്യോ കാക്ക കൊണ്ടുപോയി. അപ്പൊ കൊച്ചിങ്ങനെ കാക്ക കൊണ്ടുപോയി. അതായത് എന്താ, കൊച്ചിന്റെ കയ്യിൽ ആ വസ്തു ഉണ്ടെന്നുള്ള കാര്യം തന്നെ കൊച്ചു മറന്നുപോയി. എന്താണ് അതിന് പറയുക? അവൾ ഏത് ഘട്ടത്തിലാണെന്നാ ചോദിച്ചിരിക്കുന്നത്? ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ്. അല്ല, ഇന്ദ്രിയ ജാലക ഘട്ടത്തിൽ. സെൻസറി മോട്ടോർ സ്റ്റേജ്, വസ്തുസ്ഥൈര്യം ഇല്ലാത്ത ഘട്ടം എന്ന് നമുക്ക് പറയാം. ഒരു വസ്തു കൊച്ചിന്റെ കണ്ണിന് മുമ്പിൽ ഇല്ലെങ്കിൽ ആ വസ്തു അവിടെ ഇല്ല എന്ന് ധരിക്കുന്ന ഘട്ടമാണ് വസ്തുസ്ഥൈര്യം ഇല്ലാത്ത, ഒബ്ജക്റ്റ് പെർമനൻസ് ഇല്ല എന്ന് പറയാം. ഏത് ഘട്ടത്തിലാ? ഇന്ദ്രിയ ജാലക ഘട്ടത്തിലാണ്. എന്നാൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് ആകുമ്പോൾ കൊച്ചിന് വസ്തുസ്ഥിരത കൈവരിക്കാൻ പറ്റും, അതിനുള്ള പ്രായമാകും എന്നാണ് പറയുന്നത്. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ്, നല്ല കുട്ടി എന്ന് കേൾക്കുവാനായി ഗുഡ് ഗേൾ ഗുഡ് ബോയ് ഓറിയന്റേഷൻ. ക്വസ്റ്റ്യൻ വായിക്കേണ്ട കാര്യമില്ല. ഏത് സ്റ്റേജാ? ഔപചാരിക ഘട്ടം, കൺവെൻഷണൽ സ്റ്റേജ് ആണ്. ഗുഡ് ഗേൾ ഗുഡ് ബോയ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഔപചാരിക ഘട്ടമാണ് അല്ലെ, കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയാനായിട്ട് സാധിക്കും. ആരുടെയാ? ലോറൻസ് കോൾബർഗിന്റെ. സെറ്റ് അല്ലേ കുഞ്ഞുങ്ങളെ? 30ഓളം ക്വസ്റ്റ്യൻ വന്നു. അതിൽ 1-2 എനിക്കും ഡൗട്ട് ഉള്ളതുകൊണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഡൗട്ട് ഉള്ളതുകൊണ്ട്. പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം ആപ്ലിക്കേഷൻ ലെവൽ ആയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് വന്നത്. എന്നാലും 30 മാർക്കിനുള്ള നമുക്കായി. അപ്പോ എന്താ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നി എന്ന് വിചാരിക്കുന്ന. ചിലരൊക്കെ വിളിച്ചിട്ട് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ് മാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. നന്നായിരിക്കട്ടെ. എല്ലാവർക്കും 90 എബോവ് മേടിക്കാനായിട്ട് സാധിക്കട്ടെ. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. വരുന്ന LP-UPക്കും നന്നായി പഠിക്കാൻ തന്നെ സാധിക്കട്ടെ. ഒരു കാരണവശാലും കേട്ടിട്ട് നേടി എന്നുള്ള കാര്യം കൊണ്ട് ഒരു കാരണവശാലും കേട്ടിട്ടിലെ സംഗതികളെ, ഇതുവരെ പഠിച്ച സംഗതികളെ പിടിച്ച് തട്ടിൻ പുറത്താക്കരുത്. പകരം എന്ത് ചെയ്യുക? അതിനെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക, നന്നായി പഠിക്കുക. കാരണം നമ്മുടെ എല്ലാം എയിം ഈ ക്രൈറ്റീരിയൻ എക്സാം എഴുതിയെടുക്കുക എന്നതിലുപരി വരാൻ പോകുന്ന LP-UP അസിസ്റ്റന്റ് എക്സാം, ഒരു ഗവൺമെന്റ് ജോലി നേടുക എന്നുള്ളതാണ്. കൊച്ചുകുട്ടികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഏവർക്കും അടുത്ത LP-UP നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്ത് ചെയ്യാം? ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ തവണത്തെ കേട്ടിട്ട് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും നേടാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കീയുടെ പേരിൽ നല്ലൊരു ആശംസ നൽകുന്നു. താങ്ക് യു സോ മച്ച്.